ഈ വഴി നേരെ മുകളിൽ കയറി കഴിഞ്ഞാൽ അങ്ങോട്ടാണ്. അത് മേലെ കയറിപ്പോയി നടന്നു പോണ പൊന്മുടി. പൊന്മുടി അല്ലേ? പൊന്മുടി തന്നെ ആ മാപ്പിൽ കണ്ടിട്ട് കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളായിരുന്നു. അത് ആദ്യം അതിപ്പോ പോകാൻ പറ്റും. നമ്മൾ ഏകദേശം അവിടം വരെ പക്ഷെ ഇപ്പൊ കാട് മക്കളെ മരമൊക്കെ മുറിഞ്ഞു. ആ കാട്ടിനകത്തൂടെ കയറി അവിടെ മൃഗങ്ങളുണ്ടോ? അല്ല അവിടെ ഇതില്ലേ അവിടെയാണോ കയറുന്നത് ആദ്യം? അവിടെ കയറിയിട്ട് ഇങ്ങനെ ആ മലയുടെ പുറകെ കൂടെയാണോ പോകുന്നത്? അവിടെ നിന്ന പൊന്മുടി കാണാം. അതുകൊണ്ട് അവിടെ നോക്കിയാൽ അല്ല അതല്ല നമ്മളിങ്ങനെ ശീല കുളിച്ച പോളാം. നമ്മള് പോയി കയറുന്നത് ഇതിലേക്കൂടെ പോയാ ഈ പോയില്ലേ നിങ്ങളിപ്പോ ഇത് കറങ്ങി കറങ്ങി പോയി എബ്രാമുക്ക് പോയാണ് നിങ്ങൾ പോയത്. അവിടെ തിട്ടയിലാണ് നേരെ റോഡ് കിടക്കുന്നത്. ആ റോഡേ മേലെ പോകുമ്പോ ഇങ്ങനെ വളഞ്ഞൊരു റോഡുണ്ട്, കുറുക്കുണ്ട്. ആ കുറുക്ക എങ്ങോട്ടൊക്കെ കയറി പിന്നെ വളഞ്ഞു പോയ സ്വല്പതേ. അപ്പൊ ഈന്തപ്പഴമൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ കാറ് നമ്മള് വേറെ വഴിയാണ് പോയത്. നിങ്ങൾ എവിടെ വെച്ചിട്ട് ഡയറക്ഷൻ തെറ്റി. നമ്മൾ പോയ വഴിയെന്ന് പറഞ്ഞാൽ പാറ കെട്ടിയിട്ടുണ്ട്. പഴയ പണ്ടത്തെ വഴി. അത് പണ്ടത്തെ. അത് ഇപ്പൊ ഇന്നാണ്ട് ഈ ഹെലികോപ്റ്ററൊക്കെ വന്ന് ഓട്ടിക്കുന്ന പ്ലെയിൻ ഓട്ടിക്കുന്ന അവര് വന്ന് അവിടെ മണ്ടി മറിഞ്ഞതാണ്. ഓ അവർക്ക് ഒരു കുഴപ്പം സംഭവിച്ചില്ല. ഹെലികോപ്റ്റർ അല്ല, കാറ്. അത് അത് വയലറ്റന്മാരാണ് വണ്ടി പ്ലെയിൻ ഓട്ടിക്കുന്നത്. 3 പേര്. കുഴപ്പമൊന്നുമില്ലായിരുന്നു. വണ്ടി മാത്രം കിട്ടാതെ. ഇതിപ്പോ നിങ്ങൾ പോയത് എബ്രാമുക്കിന്ന് ഇങ്ങോട്ടല്ല വഴി പോയിരിക്കുന്നത്. ഏലക്കാട്ടി പോണ വഴിയാണിത്. ഇത് നേരെ നിങ്ങൾ പോയില്ലേ അവിടെ തിട്ടയിരിക്കുന്നത് മാഞ്ചിയങ്കാട് നിൽക്കുന്നില്ലേ? അവിടെ നേരെ റോഡ് കിടക്കണ കാടല്ലേ? ഇന്നലെ വന്ന് സ്വാമി പറഞ്ഞു ആ റോഡ് നേരെ വെട്ടി പണ്ടത്തെ പോലെ വെട്ടി എബ്രാമുക്ക് മേലെ ആ വളവില് കൊണ്ട് നിർത്തി ഈ റോഡ് മേലോട്ട് വെട്ടി കൊടുത്താൽ മതി. പണ്ട് നമ്മളങ്ങനെ വെട്ടിയതാണ്. വെട്ടി കൊടുക്കുമ്പോ അവർ പറഞ്ഞവർ അവിടെ പോയിട്ട് അങ്ങ് പോകുന്നു. അയാൾ പറഞ്ഞു ഇനി അത് വെട്ടിക്കാൻ പറഞ്ഞു. നമ്മൾ എവിടെ നിന്ന് ഇടത്തോട്ടാണ് പോയത്. അവിടെ പോയി പെട്ടെന്ന് പൊമ്പടിയിലേക്ക് ഇറക്കാറാണ്. കാരണം ഈ 2 സൈഡ് ഈന്തപ്പഴമാണ് ഇപ്പോഴും ഇഷ്ടം പോലെ. ഇന്നാൾ പോയ പയ്യന്മാര് പറിച്ചിട്ട് വന്നു. എങ്ങനെയെങ്കിലും കാറ് മറിച്ച് അട്ടയും ഉണ്ണിയും കടിച്ച് ഉണ്ണിയുണ്ട്, ബ്ലാമുട്ടയുണ്ട്. ഉണ്ണി പറഞ്ഞ സാധനം മറ്റേ ഇതളിയാ ഈ മറ്റേ ആടിന്റെയും ഇതിന്റെയൊക്കെ ഇതില് കടിച്ചിരിക്കും. അല്ല ചെള്ളല്ല ഉണ്ണി മൂട്ടയാണ്. അവിടെ കടിച്ചിരുന്ന നല്ല രീതിയിൽ അത് ബ്ലഡ് ഒക്കെ കുടിച്ച് വലുതാക്കി. ഇപ്പോഴൊന്നും വരൂല, പകലൊന്നും വരത്തില്ല. രാത്രിയൊക്കെ ഒരു ആളില്ലാത്ത. പണ്ട് ഈ പാറയടിച്ച വഴി എങ്ങോട്ട് പോണതായിരുന്നു? അതാ അത് ഇങ്ങോട്ട് ആനന്ദമട്ടൊക്കെ. അവിടെയാണ് നമ്മൾ വന്നത്. അത് ഉൾക്കാടാണ്, നല്ല കാടാണ്. അത് ഭയങ്കര കാട് പോലെ അവിടെ. അതിനകത്ത് കാണും. അതിനകത്താണ് നമ്മൾ പോയത്. ഇല്ല, അതിനകത്ത് ഒരു ചെറിയ സൗണ്ട് ഒക്കെ കേട്ടപ്പോ തിരിച്ചു വന്നതാണ്. അവിടെ കൂവിയതൊക്കെ നിങ്ങളാ? ഞാൻ ആ വെള്ളത്തിനകത്ത് അവിടെ നിൽക്കുകയായിരുന്നു. അപ്പോഴും ഒരു മൂർഖനെ കൂവിയത് നമ്മളായിരിക്കും. ഒരു മൂർഖൻ പാമ്പിനെ കണ്ടു. മൂർഖൻ അല്ല, അത് വഴി തീർന്ന അവിടെ വഴി തീർന്ന മരമൊക്കെ മുറിഞ്ഞു. അതുവരെ പോയുള്ളൂ വണ്ടി. JCB അല്ലല്ല, JCB ഒന്നുമല്ല. JCB കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരുപാട് പോയി. അവിടെ അല്ല, ഇവിടെ എത്തി. നമ്മള് ആലമറ്റം കാട്ടി പോയിരിക്കുന്നു. അല്ല, അവിടെ ചെന്നപ്പോഴേ മരം മുറിഞ്ഞ് കിടക്കുന്നു. പണ്ട് വഴിയുണ്ടായിരുന്നു. അവിടെയൊക്കെ ഇപ്പോഴും ആനയും മൃഗങ്ങളൊക്കെ ഉണ്ട്, പുലിയൊക്കെ ഉണ്ട്. ആ പുല്ല് ഞാൻ പറഞ്ഞ സൗണ്ട് കേട്ട് അല്ലേ, ഇത് എന്തോ ഒരു മാസത്തിന് മുമ്പ് അതിലെ കാണിക്കാത്തിട്ട് പുലി ഒരു പ്ലാവിനെ കടിച്ചു തിന്നില്ലേ? 3 ദിവസം. അല്ല, അവിടെ നമ്മള് ചെന്ന് കേറി പുലിക്കുള്ള 6 ബിരിയാണി കിട്ടിയത്. ഏതോ മൃഗത്തിനെ തിന്നിട്ടേ പാവ പുലി ഭക്ഷണം പോവാ, ബിരിയാണി മിസ്സായത്. മൊത്തം പുലിയാണ് കടിച്ചത്. അങ്ങോട്ട് സ്മെല്ലുണ്ട്. അല്ല, എന്തോ മറ്റേ ഇതേ ഈ കൊമ്പൊടിഞ്ഞു വരുന്ന സൗണ്ട് കേട്ട്. കാറ്റിന്റെ അപ്പുറത്തെ കഴിഞ്ഞ അങ്ങാഴ്ച എന്താ മാവിനെ ചെന്നായ പുലി അങ്ങനെ അടിച്ചിട്ട് അവിടെ കുഴിച്ചിട്ട് എന്തൊരു നാട്ടിയെന്ന് അറിയാം. അവിടെ കൊണ്ടിട്ടിരുന്നു. അതിനവിടെ അറിയിച്ച് കുഴിച്ചിട്ട് പുലി ഇറങ്ങി കിടക്കുന്നു. അല്ല, അത് വന്നിട്ട് എവിടെ വരുന്നു ഇപ്പുറത്ത്? മക്കളെ, നിങ്ങളിപ്പോ പോയത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാറ പൊട്ടിച്ചല്ലേ? അതുവരെ JCB പോയുള്ളൂ. നമ്മള് പോയെന്ന് പറഞ്ഞാലേ ഇതില്ലേ, ആ തെളിഞ്ഞ സ്ഥലമില്ലേ,
തേയിലക്കാട് പോയിട്ട് നിങ്ങൾ അങ്ങ് പോയിട്ട് വരും ആനക്കാട്ടിനകത്ത് പോയിട്ട് വന്നേനെ പിന്നെ ആനക്കാട് അവിടെ നിന്ന് മറ്റേ നിങ്ങൾ വേറൊരു സ്ഥലം ദാണ്ട് ഈ തെളിഞ്ഞ സ്ഥലം അതിന്റെ അപ്പുറത്ത് മറ്റേ സെറ്റിൽമെന്റ് ഉണ്ടോ? സെറ്റിൽമെന്റ് അത് സീത വിളിച്ചോളാം. ആ സീത വിളിച്ച് അങ്ങോട്ടാണ് പോയത്. നമ്മൾ ഇവിടെ എത്തി. അങ്ങനെ പോകാൻ പക്ഷെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അല്ല പണ്ട് ഈ റോഡ് ഇത് വെട്ടി തീർന്നതിന് ശേഷം നിങ്ങൾ വരി. വന്നതിന് ശേഷം ഇതിലേക്ക് നേരെ പൊന്മുടി നേരെ പൊന്മുടി ഇവിടെ പോകാൻ പറ്റൂല. ഇപ്പൊ പോണെങ്കിൽ പക്ഷെ കാട് കയറി കിടക്കുന്നുണ്ട്. അല്ല അങ്ങനെ പോണവരുണ്ടോ ബ്രൈമൂർന്ന് നിങ്ങളെ പോലെ പറഞ്ഞ പയ്യന്മാര് പോകും ബൈക്കിൽ വന്ന് ബൈക്ക് മൊത്തം അവിടെ കൊണ്ടിട്ടിട്ടേ അവിടെ നിന്ന് അങ്ങനെ പോകും. എനിക്കും കൊണ്ട് തന്നു ഈന്തപ്പഴം. അത് ശരി. ചെറുത് ഇത്രേ ഉള്ളല്ലേ? സൈസ് ചെറുതാണ്. വലുതുണ്ട്. അത് പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പാറ അടിച്ച വഴി കൂടെ അല്ലല്ലോ. അല്ലല്ല അത് നിങ്ങൾ ഇപ്പൊ പോയില്ലേ നേരെ പക്ഷെ നമ്മൾ അവിടെ ചെന്നപ്പോഴേ അവിടെ ആൾക്കാർ പോയിട്ട് ഒരു കമ്പ് കളഞ്ഞാളെ അത് കമ്പ് വെട്ടി അവിടെ വെച്ചിട്ടുണ്ട്. കുത്തിയിരിക്കണം കാണിക്കാറ്. കമ്പ് കണ്ടപ്പോ ഏലക്ക പറിക്കാനൊക്കെ പോകും. അതിന്റെ അപ്പുറത്ത് ഏലക്കാടാണ്. ആ ഏലക്കാട് തന്നെ. അതെന്തിനാ കമ്പ് കുത്തിക്കണം? അങ്ങനെയല്ല, അവരത് അടിച്ചടിച്ചൊക്കെ പോകുന്നത്. കാടടിച്ച് അവര് പോകും. അത് അവരുടെ മാർക്കിംഗ് പോയിന്റ് വല്ല ആണോ? കുന്തിരിക്ക എടുക്കാൻ പോകും. ഏലക്ക അവിടെ മുളക് കൂടി ഇഷ്ടം പോലെ ഉണ്ട്. മുളകൊക്കെ മോട്ടിക്കാൻ പോയി എടുത്ത ആള് അവിടെ പോയി എടുക്കാൻ പറ്റൂല. ഈ പാവത്തം പറ്റിയിരിക്കുന്നത് സ്വാമിക്ക് പൈസ അടച്ച് ഇപ്പൊ മുളക് പറിക്കാനും പോകാതെ ആളും കിട്ടാതെ കിടക്കുന്ന കളവൻ. അമ്പനാട്ടിൽ വന്ന് എടുത്തേനെ പാവം. അപ്പൊ നമ്മള് ഈ ഉൾക്കാട്ടിലാണ് ഈ കല്ലടിച്ച വഴി പണ്ട് എന്തിനാണ് അങ്ങനെ വഴി ഇട്ടിരുന്നത്? അത് ഇവിടെ കൊഴുന്നെടുക്കാൻ പോയി. അത് തേയിലക്കാരാണ്. തേയില അത് അങ്ങനെയല്ല. ഇവിടുത്തെ ആളുകൾ ചെയ്ത വേല. ഇത്ര ആളല്ലേ ഇവിടെ കിടന്നത്. 50,000 ആള് കിടന്ന സ്ഥലമായിരുന്നു. കയറി ഒരു പാർട്ടി വെച്ച് യൂണിയൻ ഉണ്ടാക്കി ഗ്രാമപത്രം കണ്ടിട്ടേ കിടന്നപ്പോ ഒരു സമരത്തിലേക്ക് പോയി. അപ്പോഴേ നീ വിവാദം വീഡിയോ എടുക്കല്ലേ? നിന്റെ വീഡിയോ യൂട്യൂബ് പൂട്ടിക്കുന്നു. ഒരു കാരണവശാലും സമരം ഇരിക്കരുത്. നിങ്ങൾ കിട്ടുന്ന കാശ് വാങ്ങിച്ച് പൈസ കൊണ്ട് നിങ്ങൾ ഇരുന്ന വർഷക്കാലം കിടക്കാൻ നിങ്ങൾ അയാളടുത്ത് നടക്കൂല എന്ന് പറഞ്ഞു. 2 വർഷം. അല്ലാതെ അതിന് മുമ്പേ 2 വർഷമായി. ഇപ്പൊ ഇത് സ്വാമി ഇപ്പൊ അയാൾ റീഓപ്പൺ ചെയ്തിട്ടാ? നല്ല സെറ്റപ്പുള്ള ആളായിരുന്നു സ്വാമി. റീഓപ്പൺ ചെയ്തിട്ടാ? അവിടെ മരിച്ച ആളാരാണ്? അത് രാമകൃഷ്ണ സ്വാമി. അവരാണ് ഇതിന്റെ ഓണർ. ആണ് ഇതിന്റെ ഓണർ. തൃശ്ശൂരുള്ള തൂങ്ങി മരിച്ച പട്ടം തൂങ്ങി മരിച്ചതാ? സൂപ്പർ. എവിടെയാണ് തൂങ്ങിയത്? വണ്ടി കിടക്കുന്ന സ്ഥലത്ത് തന്നെ? അങ്ങ് 105. മറ്റേ 105 വന്നിട്ടുള്ള മറ്റേ വളവിന്റെ അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് ഇടത്തോട്ട് ഒരു വഴിയുണ്ട്. ആ വഴി അങ്ങ് 105. അതിങ്ങനെ സമരകാലത്ത് തന്നെ ഒന്നും കൊണ്ടുപോകാൻ പറ്റാതെയൊക്കെ വന്നപ്പോഴേ ഈ ആളുകൾ ചെയ്ത വേല. അത് ആദ്യത്തെ സമരത്തിൽ ഇപ്പോഴത്തെ ആളുകൾ എങ്ങനെ താളം. അതുകൊണ്ട് എന്തൊരു വേണം ഈ 2 ദിവസം സമരത്തിൽ അങ്ങേരും ചത്ത് മോൻ തോട്ടം തുറന്ന് എല്ലാത്തിനും പറഞ്ഞു വിട്ടു. ഞങ്ങള് പോയില്ല. ആ സ്വാമി തൃശ്ശൂരുള്ള പട്ടം തിരുവനന്തപുരത്ത് നിങ്ങൾ പോയില്ലേ? ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞു വിട്ടാ? എല്ലാത്തിനും പറഞ്ഞിട്ട് നമ്മള് സമരത്തിന് പോയില്ല. സമരത്തിന് പോയതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാനും ഞങ്ങളുടെ അമ്മയും അതാണ് അവിടെ നോട്ടീസ് ബോർഡിൽ 2022 ഞാനും എന്റെ അമ്മയും ഈ മംഗളായി തന്നെ ഇരുന്നു. ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചേച്ചിയാണ് നേരത്തെ ഡോർ ഫിക്സ് ചെയ്തിട്ട് ഞാൻ തന്നെ പറഞ്ഞു മക്കളെ തകരത്തിന്റെ സൗണ്ട് കേട്ടപ്പോഴേ ഞാനാണ് പറഞ്ഞു മക്കളെ അടച്ചിട്ട് വരും. നിങ്ങൾക്ക് ഉച്ചക്ക് അവിടെ ഒരു കാർ കിടക്കുന്ന കൊണ്ടിട്ടിട്ട് പോയി സത്യകുമാർ. ഈ മംഗളാപുരം താമസിക്കൂ. വന്ന് അവിടെ താമസിക്കുന്നുണ്ടോ? ഇന്നലെയൊക്കെ വന്ന് അവിടെ ഒന്നല്ലേ പുട്ടൊക്കെ കഴിച്ചിട്ട് കൊണ്ടുവരും. ഇന്ന ആൾക്കാർ വരും പറഞ്ഞു. ഇന്നലെ വന്ന് പറഞ്ഞു ആ വഴി മനോജ് ആ വഴി വെട്ടി കൊടുക്കണം. ആദ്യത്തെ പോലെ ആൾക്കാർ വണ്ടി കൊണ്ടിട്ട് കൊമ്പടിക്കാർക്ക് പോകും. വീട്ടിൽ കൂടെ അവിടെ വൃത്തിയാക്കണം എന്ന് പറയുന്നിട്ട് വണ്ടി നിൽക്കാനൊക്കെ. അവിടുന്ന് അടുത്ത് തന്നെയല്ലേ? ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. അത് വൃത്തിയാക്കാൻ പറഞ്ഞു കട്ടിങ് ഇരിച്ചേ കയറ്റിയെടുക്കാൻ. ഇതെല്ലാം ബ്രൈമൂറിന്റെ പാർട്ടിയാണ്. നമ്മൾ ആ സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് അങ്ങനെ കാണുന്ന മൊത്തം ചായലക്കാരാണ്. ഈ ഇതില്ലേ നമ്മുടെ ആ തെളിഞ്ഞു കിടക്കണില്ലേ? തെളിഞ്ഞു കിടക്കണ എന്താണ് അവിടെ? മേലെ മുട്ട. അത് സീത വിളിച്ച വളം. ഇത് ഏതാണ് ഇവിടെ? അത് വരയാട് മുട്ട. ആ വരയാട് മുട്ട അതൊരു ട്രക്കിംഗ് പോയിന്റ് അല്ലേ? വരയാട് മുട്ട. പിന്നെ അത് ഒരു മുട്ട അവിടെ നിന്ന് ബംഗ്ലാവിൽ നിന്ന് അത് വരയാട് മുട്ട.
ഒരു കുന്ന് കാണില്ലേ ഇതിനിടയ്ക്ക് നല്ലൊരു കാടുണ്ടല്ലേ ആ അതാണ് ഈ പറഞ്ഞ കാര്യം. തേയിലത്തോട്ടായിരുന്നു, തേയില കൃഷി നിർത്തി. ആനയുടെ സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പോയി നിങ്ങൾ നോക്കിയാലും ഇപ്പൊ പോയാലാണ് ആ കാവളത്തിൽ നിൽക്കോട്ടെ ചതമ്പരി. ഇപ്പൊ അവിടെ ഒരു പറക്ക് ഈ വെച്ചാൽ കാടത്രയും മുമ്പ് തേയിലത്തോട്ടായിരുന്നു. ഞാൻ സൗണ്ട് കേട്ടത് ഇതാണോ? ഇത് ഇപ്പൊ ഞാൻ വെച്ചത്. അത് ശരി. എന്തിനാണ് പടക്ക് പടക്ക് വെച്ച് സൗണ്ട് കേട്ടില്ല നിങ്ങള്? എന്തിനു വെച്ചത്? എന്തെങ്കിലും മൃഗങ്ങളെ ഉണ്ടെങ്കിൽ പോട്ടെന്ന് പറഞ്ഞു വെച്ചു. പിന്നെ ഒന്നുകൂടെ ഇവരെ സേഫ്റ്റിക്കല്ലേ ഒരെണ്ണം കൂടെ ഉണ്ടെങ്കിൽ വെച്ചാണ്. ചുമ്മാ ആയിട്ട് പൊട്ടിക്കണ എന്തിനാ? ചുമ്മാ ഒരു പടക്കം പൊട്ടിക്കിട്ട് നിന്റെ പൊട്ടിക്കട്ടെ ഒരു ആഗ്രഹമില്ല. അപ്പൊ നമ്മള് എടുത്ത തീരുമാനം ഉള്ള ആഗ്രഹങ്ങൾ പറഞ്ഞ അങ്ങ് സാധിച്ചു കൊടുക്കണം. നമ്മള് എടുത്ത തീരുമാനം കറക്റ്റ് ആണ്. കറക്റ്റ് തീരുമാനം. പുലിക്ക് ഇറച്ചിയായിരുന്നു. പുലിക്ക് ബിരിയാണി ആറ് ദിവസത്തെ ബിരിയാണിയാണ് പുലിക്ക് മിസ്സായത്. ഇല്ല നമുക്ക് അത് ആ കാട്ടിൽ പോവരുതല്ലേ? ഇത്തിരി നേരം വെയിലത്ത് പോയി ആ കാട്ടില് പുലി ഉണ്ടല്ലേ? അത് കുറെ ദിവസം കൊണ്ട് എടുത്ത് വെച്ചേക്കണതല്ലേ, തണുക്കൂലി. മ്ലാവിനെ അവിടെ ആ കാട്ടിനകത്ത് പ്രശ്നമാണ്. ആ കാട്ടിനകത്ത് അല്ല നമ്മള് ആൾക്കാരുണ്ടെങ്കിലും അത് പ്രശ്നം തന്നെ. അത് ആളുണ്ടെങ്കിൽ പറ്റൂലല്ലോ ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ അടിച്ച് നമ്മളെ കരലല്ലേ ആട്ടി എടുക്കുന്നത്. ആട്ടി അത് കരലേ എടുക്കത്തുള്ളൂ. കണ്ണിൽ വന്ന് കണ്ണങ്ങ് പറിക്കും. ഒറ്റ അടി അടിച്ച് കണ്ണിനെ പറിക്കും. പറിച്ചിട്ട് നമ്മളെ തള്ളിയിടും. തള്ളിയിട്ട് നമ്മളെ കരൽ തൂക്കി നിർത്താൽ പിന്നെ ഒന്നും എടുക്കൂല. അത് കളഞ്ഞിട്ട് പോകും. പിന്നെ വേറെ മൃഗങ്ങളെ പോലെ നമ്മളവിടെ കിടക്കൂലല്ലോ. പുഴുത്തതിന് ശേഷം വന്ന് തിന്നു. ഇച്ചിരി അഴുകും. പുലിയുടെ പുലിയും കരടിയും അങ്ങനെയാണ്. കരടി മനുഷ്യനെ തിന്നോ? കുഞ്ഞു മരിച്ചില്ലേ അങ്ങനെ കരടി പിടിച്ചത്. നല്ല കരള് കൊടുക്കണ്ട. കരള് അരിക്കൊക്കെ കൊടുത്തു. അങ്ങനെ കൂടെ രണ്ടുപേരും ഉണ്ടായിരുന്നു. മറ്റേ ബ്ലഡ് റിസൾട്ട് കാണിച്ചു കൊടുക്കണം. കൈ ഇല്ലാത്തവർ ഇവര് മൂന്നുപേരും കൂടെ ഒത്ത് കാട്ടി വന്നേന്. എന്തെങ്കിലും മൃഗങ്ങൾ വേട്ടാച്ച അന്നും കുഴപ്പമില്ല, എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. അന്ന് ഇപ്പോഴാണ് പറ്റാത്തത്. അങ്ങനെ അവര് വന്ന വഴിക്ക് ഇന്നപ്പോ കരടി മുകളിൽ നിന്നേക്കുന്നത്. അത് എപ്പോഴും അങ്ങനെ പടക്ക് വെക്കുന്നത് കണ്ട് അയാള് വൈരാഗ്യം കൊണ്ട് അത് നിന്നതാണ്. അങ്ങനെ ചാലിക്ക് എപ്പോഴും അയാൾ ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഇത് വന്ന വരവനെ കരടി ഓടി ഒന്ന് നെറ്റിലേറ്റ് അടിച്ച് പറിച്ചു. ഓടിക്കളഞ്ഞു റോഡെ ഓടി ഇല്ല വളവില് വന്ന് നിന്നപ്പോ ഇങ്ങേര് വിളിച്ച് പറ്റൂല. ഇങ്ങേര് രണ്ട് കാലും ചവിട്ടിട്ട് കവിളിനെ അങ്ങനെ പിടിച്ച് അതിന്റെ കവിളിനെ പിടിച്ച് ഇത് കടിക്ക് മുഖത്തൊക്കെ കടിച്ചെടുത്തുകളായി. ഇതിന്റെ താഴെ മൊത്തം എല്ല് മാത്രം കാണാം. തൊലി നരങ്ങിയാണ് വന്ന മക്കളെ. ഞാൻ അപ്പോഴും ഇവിടുത്തെ 10 പശുവിനെ മേച്ച് കാരണം ഞാൻ പശുവിനെ അടിച്ചോണ്ട് പോയപ്പോ ഒരു മുക്കല് മാത്രം ചേർത്ത് ഞാൻ ഇങ്ങോട്ട് അടിച്ചു വിട്ട്. അപ്പൊ താഴെ കൂടെ ഞാൻ വീട്ടിൽ പോയിട്ട് അപ്പം നോക്കിയപ്പോ അണ്ണായി പാവം ചോരയോടുകൂടി ഇതിന് മാംസം ഇഴയില്ല. മണ്ണി നടക്കാനൊന്നും പറ്റില്ല. രക്ഷപ്പെട്ടേ പ്ലാസ്റ്റിക് സർജറി ചെയ്താണ്. പക്ഷെ അയാൾക്ക് ഈ നടക്കാൻ പറ്റൂല. പിന്നെ കുറെ നാളെ കിടന്നതിന് വെച്ചാൽ നല്ല നടന്ന് എല്ലാ ആദായം എടുക്കുമായിരുന്നു കാണിച്ച്. അങ്ങനെ കിടന്ന് അവസാനത്തെ വെച്ചിട്ട് പിന്നെ ഇവിടുത്തെ കമ്മോട്ട് സാറിനെ അറിയിച്ച് അയാൾ വന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി. ആ കരടി അവസാനം ഇവിടെ അത്രയും കീറി അവൻ ഈ നെറ്റിലേറ്റിന് വെച്ചിരുന്നതിനെ അടിച്ച ഉടനെ അവൻ എന്നെ ചവിട്ടി ഇങ്ങനെ 2 കവിളിനെ കീറി വെച്ചിരുന്നു. അതുകൊണ്ട് അതിന് ഇവിടെ അവള് പെട്ടി കീറി കളഞ്ഞ ചവിട്ടി നെളിച്ച് താനെ കൊണ്ട് തള്ളി അതിനെ. ചത്തില്ല. അത് കുറെ നാൾ കഴിഞ്ഞാണ് ചത്തത്. പൊട്ടൻ കരടി വീണ്ടും ഉണ്ടായിരുന്നു. പൊട്ടാനാണ് ചെറിയ കേട്ടൂടെ. അതേപോലെ അവിടെ ഒരു പൊട്ടാൻ ആനയും ഉണ്ട്. കുട്ടിയും കൊണ്ട് നടക്കും. ഈ ഇരിക്കുന്നില്ല ഈ കെട്ടട ഇത് ഞാൻ വന്നപ്പോ ഇതിനെ തൂക്കി മറിച്ച് ഇങ്ങനെ ഇട്ടേക്കുന്നു. ഞാൻ ഇവിടെ തൂക്കാൻ വന്നപ്പോ ഇപ്പൊ 1 മാസം 2 മാസം ആവാൻ പോകും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഈ ഇത് ജാതിക്ക പറിക്കാൻ വന്ന തമിഴന്മാരടുത്ത് പറഞ്ഞാണ് അവർ ഈ 2 തൂങ്ങും എടുത്ത് വെച്ച് നോട്ട് വെച്ചത്. 12 വർഷം കഴിഞ്ഞിട്ട് പറയാനുള്ളൂ. നമ്മളെ തീരുമാനം കറക്റ്റായിരുന്നു. നമുക്ക് സിനിമ എടുക്കേ, നമുക്ക് മഞ്ഞുമ്മൽ ബോയ്സ് എടുക്കേ. സാധനം അവിടെ എത്തുന്നത് വരെ നമ്മുടെ തീരുമാനം ഓക്കെ ആയിരുന്നു. കണ്ടപ്പോഴത്തേക്ക്
ചാടി തിരിച്ചു വന്നു അമലാ അല്ല തീരുമാനം എടുത്ത നന്നായി. മൂന്ന് പോയിന്റ് കിട്ടിയില്ല അങ്ങോട്ട് പോകാൻ സ്പേസ് ഇല്ല. പറ്റുന്നില്ല. അങ്ങോട്ട് 3 പോയിന്റ് കാരണം നമ്മൾ തിരിച്ചത്. ഒന്ന് ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അവിടെ മരം ഒടിഞ്ഞ് കിടക്കുന്നു. എടുക്കാൻ സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ പട്ടണിക്ക് അങ്ങനെ ശമ്പളം കൊടുക്കാൻ സമ്മതിക്കില്ല. അങ്ങനെ അങ്ങനെ അവിടെ ഇരുന്ന് അങ്ങനെ കട്ടന ഇട്ട് പിടിച്ചിട്ട് ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ വീട്ടിൻ്റെ നടയിൽ ഒരു പ്ലാവ് നിൽക്കുന്നു. ആ സെട്ടിൽ 105 ഭയങ്കര പട്ട വയലാണത്. അങ്ങനെ പോയി നോക്കിയപ്പം കരടി കുട്ടിയും തള്ള മേലെ ഇരുന്ന് ചക്കപ്പഴം പറിച്ചിട്ട് കൊടുക്കണം കുട്ടിയെത്തി തിന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ഭയങ്കര ശല്യമായതുകൊണ്ട് ഇയാൾക്ക് ഒറ്റയ്ക്ക് അവിടെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കും. എന്തോ മനസ്സിൽ തോന്നി വോട്ടിൻ്റെ തലേ ദിവസം ഇലക്ഷൻ്റെ എല്ലാവരും പറഞ്ഞു മാധവൻപിള്ളയെ കാണാൻ ഇതിടെ തിരക്കിയുടെ അല്ലെങ്കിൽ ആൾക്കുമ്പോൾ അങ്ങേരല്ലേ നമുക്ക് വോട്ടിടാൻ വരുന്നതെന്ന് പറഞ്ഞു. എവിടെ തിരക്കില്ല. പിറ്റേന്ന് പോയി കണ്ടവർ വന്ന് പറഞ്ഞില്ല സമരക്കാർ മരിച്ചിരിക്കണമെന്ന്. നോക്കിയിട്ട് അവർക്ക് നോക്കാം എന്തിനു പറയുന്നു. കൊലയ്ക്ക് കൊല, ചാമ്പ്, ചേന, കത്തിരിക്ക ഇഷ്ടംപോലെ കിടക്കയില്ലോ മലക്കറി വാരി എടുത്ത് ഒളിച്ചു വെച്ച് കൊണ്ടുവന്ന് തിന്നിട്ട് ആളുകൾ പറഞ്ഞില്ല. പിന്നെ ഈ സാറിൻ്റെ ഈ മനോജ് സാറിൻ്റെ ചോദിച്ചാൽ പറഞ്ഞില്ല. മനോജ് സാറാണെങ്കിൽ എപ്പോൾ പോകുമ്പോഴും കൂവിയേ പോവുള്ളൂ. അങ്ങേരും ഇവിടെ ഒരു വാച്ചറുണ്ടായിരുന്നു കുശൻകുട്ടിയെന്ന്. അവർ രണ്ടുപേരും കൂടെ പോയപ്പോൾ അങ്ങേര് കണ്ട് തൂങ്ങി അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നത്. ഇങ്ങനെ സാറിനെ കാണിച്ചില്ല. സാറ് കൂവിയിട്ട് ഒന്നുകൂടെ തിരിഞ്ഞ് നിൽക്കുമ്പോൾ സാറ് സ്ഥലം വിട്ടു. സാറ് പേടിച്ചു പോയി. എന്ന് വെച്ചാൽ കറുത്തു പോയി. പിന്നെ അത്ര ദിവസമായില്ലേ ദിവസങ്ങളെല്ലാം ഒരുമാതിരിയായി. ആരും പറഞ്ഞില്ലല്ലേ? പറഞ്ഞില്ല ഓമാര് പറഞ്ഞില്ല സമരക്കാർ. ബിൽഡിങ്ങിലാണോ തൂങ്ങിയത്? ഒരു മാതിരി മരത്തില് തൂങ്ങി. ഇന്നലെ റൂമിൽ അല്ലാതെ വേറെ ആര് കൊണ്ടുപോയി കൊന്നു കളഞ്ഞെന്ന്. അതിന് മുന്നേ ഒരാളിനെ കൊണ്ടുപോയി പുലിയാണ്ട് പിടിച്ചോണ്ട് പോയി എന്തിനാ ചെയ്തെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ? അത് ഇയാള് തന്നെ കൊന്നില്ല. അല്ല ഒരാൾ മരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കരടി കടിച്ചത്. അത് അങ്ങ് താഴെ വെച്ച്. അത് ആളിനെ കിട്ടിയാ? അങ്ങനെ മരിച്ച ആശുപത്രി കൊണ്ടുപോകുമ്പോ മരിച്ചു. ഇപ്പൊ കരടി ഇപ്പൊ ഈ അടുത്തുള്ള കരടി ഇറങ്ങിയ ഡേഞ്ചർ കേട്ടോ സാധനം. അടുത്തുള്ള കരടി വല്ല ഈ അടുത്തുള്ള അമ്മച്ചി പേപ്പർ കത്തിയ അതാകുമ്പോ സൗകര്യമാണ്. അമ്മച്ചി ഇപ്പൊ അടുത്തുള്ള കരടി വല്ല അത് വേണ്ട, അത്രയൊന്നും വേണ്ട. നില്ല എന്തെങ്കിലും ചെയ്യട്ടെ. ഒന്നും മിണ്ടായി ബുദ്ധി വികാസം ഇല്ലാത്ത കുട്ടിയാണ്. കടുവ വല്ല വന്നിട്ടുണ്ടോ അമ്മച്ചി ഇവിടെ? കടുവ മക്കളെ കടുവ എല്ലാം ഉണ്ട് ഇതിനകത്ത്. 105 പറഞ്ഞ സ്ഥലത്ത് കടുവയുണ്ട്. ഉണ്ട്. അപ്പം വേണമെങ്കിൽ വരാം. രാത്രി പകല് പേടിക്കണ്ട. രാത്രി നിങ്ങളൊന്ന് ഒരു ജാതിക്ക പറിച്ച് ചവച്ചിറക്കാത്തത് ഇത് കഴിയിട്ട് നമ്മള് വിശന്നിരിക്കണം. മറ്റേ ഇതായിട്ട് ഇറങ്ങിയല്ലേ അത് തന്നെ ജാതിക്ക പറിച്ച് തിന്നു. ഇപ്പൊ കഴിച്ചു കഴിഞ്ഞാലേ മറ്റേ പുളിയല്ലേ പല്ലെല്ലാം കൂടെ പുളി. അല്ല നമുക്ക് താഴെ ഉണ്ട്, താഴെ ജാതിക്കുണ്ട്. ഈ രാത്രിയൊന്നും ഇവിടെ പുറത്തൊന്നും ആരും ഇറങ്ങൂലേ മച്ചി? ഇഷ്ടം പോലെ ഇന്നിപ്പോ വരാൻ തുടങ്ങും. അല്ലല്ല ഞാൻ പറഞ്ഞത് ഇവിടെ ഉള്ളവര് രാത്രി പുറത്തിറങ്ങത്തില്ല. ഇറങ്ങും. ഈ നിങ്ങളെ ഒറ്റയ്ക്ക് ഒരു ലൈനിൽ നിങ്ങള് ധൈര്യത്തോടെ കിടക്കുകയാണ് അവിടെ. നമ്മളെ കുളിച്ചിട്ട് വരാം. പറ്റിയ സ്ഥലമുണ്ട് അവിടെ. നന്ദിയുണ്ട്. വലിയ ഇൻഫർമേഷൻ വീഡിയോ ആണ് ഷെയർ ചെയ്തത്. വളരെ നന്ദി.